നേരം പുലർന്ന് ഈ ഗേറ്റ് തുറന്ന് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഒരു രേഖയുമില്ലാതെ വർഷങ്ങളായി ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് തെരുവിലൊക്കെ കിടന്നുറങ്ങി വന്ന തനിക്ക് മാപ്പ് നൽകുമോ? തന്നെ കാത്ത് കഴിയുന്ന ഉറ്റവരെ ഒരു നോക്ക് കാണാൻ നാട്ടിലേക്ക് പോവാൻ പറ്റുമോ? ദുബായ് അവീറിലെ GDRFA ഓഫീസിൽ പൊതുമാപ്പ് ക്യാമ്പയിൻ തുടങ്ങുന്ന തലേന്ന് തന്നെ വന്ന് ഗേറ്റിൽ ഇരിപ്പുറപ്പിച്ച ആ മനുഷ്യന് രാത്രി കിടന്നപ്പോൾ ചിന്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തായാലും പിറ്റേന്ന് ആ മനുഷ്യന് മാപ്പ് ലഭിക്കുക മാത്രമായിരുന്നില്ല അവിടെ സംഭവിച്ചത്. UAE എന്ന സാധ്യതകളുടെ ലോകത്ത് പിടിച്ചു കയറാൻ പുതിയൊരു ജോലി എന്ന അവസരം കൂടിയായിരുന്നു. If you don't have and you are in a visit visa or a tourist visa, you can directly come to the Amnesty tent in Al Awir, and to get an official or a travel document officially from your embassy or your passport, valid passport. So just only will do the fingerprint and you are going to travel. So most probably everything is going well. As you see, people are smoothly coming and going out. You want to make sure more, you can call us anytime. You can go through our website. So please don't follow any unofficial accounts or media channels. UAE പ്രഖ്യാപിച്ച അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരു നടപടിയും കൂടാതെ നാടണയാനോ അതല്ലെങ്കിൽ രേഖകൾ പുതുക്കി ഇവിടെ തന്നെ തുടരാനോ അവസരം ലഭിക്കുന്ന സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 31 വരെയുള്ള 2 മാസം നീളുന്ന ആംനസ്റ്റി ക്യാമ്പയിനിലൂടെ ഒരുപാട് ജീവിതങ്ങളാണ് തിരികെ വന്നുകൊണ്ടിരിക്കുന്നത്. പറ്റിക്കപ്പെട്ടും അവസ്ഥ കാരണവും പെട്ടുപോകുന്ന ജീവിതങ്ങൾ. UAE എന്ന രാജ്യം ഒരുക്കിയ ഈ മഹത്തായ ക്യാമ്പയിനിലൂടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കുന്ന കാഴ്ചകൾ. അങ്ങനെയുള്ളവരെ കൈപിടിച്ച് കയറ്റാൻ ഇവിടെ തന്നെ ജോലി നൽകാനായി ഈ മരുഭൂമിയിലെ കാറ്റേറ്റ് വളർന്ന് പന്തലിച്ച കമ്പനികളും ചേരുമ്പോൾ വർണ്ണനകൾക്കപ്പുറമുള്ള വികാര പ്രകടനങ്ങൾക്കാണ് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു പ്രവാസി ലീവ് കിട്ടി ടിക്കറ്റ് എടുത്ത് പെട്ടിയൊക്കെ ഒതുക്കി അവസാനം പോകുന്നതിൻ്റെ തലേന്ന് തൻ്റെ ബെഡിൽ ഉറങ്ങാനായി കണ്ണടക്കുമ്പോൾ കയറി വരുന്ന പല ചിന്തകളുമുണ്ട്. പച്ചപ്പ് നിറഞ്ഞ എൻ്റെ നാട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതും തന്നെ പിക്ക് ചെയ്യാൻ വരുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ അവരൊന്നിച്ചുള്ള വീട്ടിലേക്കുള്ള യാത്ര, വീടിനടുത്തെത്തുമ്പോൾ കാണുന്ന പരിചിത മുഖങ്ങളെ കൈവീശി കാണിക്കുന്നത്, അവസാനം വീട്ടിലെത്തുമ്പോൾ ഓടി വരുന്ന കൂട്ടുകാർ വീട്ടുകാർ, അവസാനം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ അവർക്കായിട്ട് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ ഒരു ഹാപ്പിനെസ്, അങ്ങനെ തുടങ്ങി ഉറക്കം കെടുത്തുന്ന പല ചിന്തകൾ. ഈ ഇടയ്ക്കിടയിൽ ലീവിന് പോകുന്ന നമ്മൾ ഇങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി തിരിച്ച് നാടണയാൻ പോലും പറ്റുമോ എന്നറിയാതെ കൃത്യമായ രേഖകളില്ലാതെ കഴിയുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ഈ രാജ്യം മാപ്പ് നൽകി വീട്ടുകാരുടെ അടുത്ത് എത്തുമ്പോഴുള്ള ആ സന്തോഷം എങ്ങനെയായിരിക്കും? അവിടെയാണ് ഈ പൊതുമാപ്പ് ക്യാമ്പയിൻ്റെ പ്രസക്തി. ഇനി ഒരു കാര്യം കൂടി, ഇനി അവർ നാട്ടിലേക്ക് വരികയാണെങ്കിൽ തന്നെ ആ മനുഷ്യനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കലാണ് നമ്മുടെ കടമ. ചിലപ്പോൾ അത് മതിയാവും ജീവിതം ഒടുങ്ങിയതല്ല തുടങ്ങിയതാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാം.